ബംഗാളിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് തീരാനഷ്ടമാണ് STU ദേശീയ ജനറൽ സെക്രട്ടറി ജാഫറുള്ള മൊല്ലയുടെ നിര്യാണമെന്ന് ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ MP മുഹമ്മദ് കോയ ബംഗാളിലേക്ക് പുറപ്പെടുകയും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ദുഃഖാർത്തരായ കുടുംബങ്ങളെയും നാട്ടുകാരെയും പാർട്ടി പ്രവർത്തകരെയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ബംഗാൾ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന നിലവിൽ STUവിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ബംഗാളിലെ ജാഫറുള്ള മുല്ല സാഹിബ്, അദ്ദേഹത്തിൻ്റെ നിര്യാണം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരാനഷ്ടമാണ്. പ്രത്യേകിച്ച് ബംഗാളിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ബംഗാളിൽ മുസ്ലിം ലീഗിന് ഭരണപങ്കാളിത്തം 1971 ലഭിച്ചപ്പോൾ അവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ഹസനുസ്സമാൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് ഒരുപാട് കാലം ബംഗാൾ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വ നിരയിൽ തിളങ്ങി നിൽക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം. മുസ്ലിം ലീഗ് പാർട്ടിയിൽ ചെറിയ ഭിന്നതകളൊക്കെ ഉണ്ടായപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടൊപ്പം ഉറച്ചു നിൽക്കുകയും ബംഗാളിലെ സംഘടനാ പ്രവർത്തനം സജീവമാക്കിയെടുക്കുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചു വരികയായിരുന്നു. ഈ കഴിഞ്ഞ അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പഴയ പ്രതാപ കാലഘട്ടത്തിലേക്ക് ബംഗാളിലെ മുസ്ലിം ലീഗിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തെ രോഗം ബാധിക്കുകയും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ 2 ദിവസം നടന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനം സ്വന്തം ചെലവിൽ അത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഉത്തരേന്ത്യയിലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളിൽ പ്രമുഖനായിരുന്നു ജാഫറുള്ള മുല്ല സാഹിബ്. അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് എനിക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ വസതി സന്ദർശിക്കുവാനും അദ്ദേഹത്തിൻ്റെ അന്തിമ ചടങ്ങുകളിൽ പങ്കെടുക്കാനും കഴിഞ്ഞു. നൂറുകണക്കായ ബംഗാളിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ അങ്ങോട്ട് ഒഴുകിയെത്തി. അത് കാണിക്കുന്നത് അദ്ദേഹത്തിന് ബംഗാളിലെ മുസ്ലിം സമൂഹത്തിനിടയിലുള്ള സ്വാധീനം തന്നെയായിരുന്നു. വളരെ സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലുള്ള അദ്ദേഹം താഴെത്തട്ടിലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. അതൊക്കെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലേബലിലായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു നേതാവിൻ്റെ വിയോഗം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ നിര്യാണം. അത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനത്തിന് അഖിലേന്ത്യാ തലത്തിൽ വലിയ നഷ്ടമായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബംഗാളിലെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി പ്രവർത്തന രംഗത്ത് ഖത്തർക്ക് MCCയുടെ നേതാവും മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമിതി അംഗവുമായ അഹമ്മദ് മൂസ സാഹിബ്, ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും ബംഗാളിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായ ജാഫറുള്ള മുല്ല, ഹുസൈൻ മുല്ല, അവരുമൊക്കെയായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ KMCCയുടെ സഹായങ്ങൾ എത്തിക്കാൻ ഞങ്ങളൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മക്കാൻ മരാമത്ത് പരിയോജന എന്ന പേരിൽ ശിഹാബ് തങ്ങളുടെ പേരിലുണ്ടാക്കിയ വീടുകൾ റിപ്പയർ ചെയ്ത് നൽകുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട അഹമ്മദ് മൂസ സാഹിബ്, ഞങ്ങൾ ഒരുമിച്ചന്ന് ജാഫറുള്ള മുല്ല സാഹിബും ഹുസൈൻ മുല്ല സാഹിബും ഒക്കെ ഒരുമിച്ച് അവിടെ കുറച്ച് വീടുകളൊക്കെ നിർമ്മിച്ച് നമ്മൾ അത് റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നേരത്തെ അത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് KMCCയുടെ പ്രവർത്തനങ്ങളുടെ സഹായം കൊണ്ട് തന്നെയായിരുന്നു. അഹമ്മദ് മൂസ സാഹിബ് ആ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ട് ഉത്തരേന്ത്യയിൽ ഞങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജാർഖണ്ഡിലായാലും ബംഗാളിലായാലും ബീഹാറിലായാലും അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുതുതായി മുസ്ലിം ലീഗിൻ്റെ ദേശീയ തലത്തിലുള്ള NGO എന്ന നിലക്ക് ലാഡർ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രിയങ്കരായ ബഷീർ സാഹിബ് അതിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ബംഗാളിൽ തുടർന്നും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ലാഡർ ഫൗണ്ടേഷൻ്റെ സ്റ്റഡി സെൻ്ററുകൾ അവിടെ ഓപ്പൺ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ KMCCകളുടെ സഹായങ്ങൾ അതിനൊക്കെ ലഭ്യമായിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. പ്രിയങ്കരായ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ സാഹിബും ഒക്കെ ജാഫറുള്ള മുല്ല സാഹിബിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെടുകയും ആ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ അന്തിമ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടേക്ക് ബംഗാളിൽ എനിക്ക്. പശ്ചിമ ബംഗാളിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും STU ദേശീയ ജനറൽ സെക്രട്ടറിയുമായിരുന്നു ജാഫറുള്ള മുല്ല. മുസ്ലിം ലീഗ് പശ്ചിമ ബംഗാൾ സംസ്ഥാന അധ്യക്ഷ പദവിയടക്കം പാർട്ടിയിലും പോഷക സംഘടനയിലും ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. മുർഷിദാബാദ് ജില്ലയിലെ നാദിയയിൽ അറിയപ്പെടുന്ന ജന്മി കുടുംബത്തിൽ ജനിച്ച ജാഫറുള്ള പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്ത നേതാവ് കൂടിയാണ്. പശ്ചിമ ബംഗാളിലും ദേശീയ തലത്തിലും STU വളർത്തിയെടുക്കുന്നതിന് വലിയ സേവനം നടത്തിയിട്ടുമുണ്ട്. ഭാര്യ നാദിറ ബീഗം, മകൾ തമന്ന പർവീൻ, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെയും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP-യുടെയും നിർദ്ദേശപ്രകാരമാണ് താൻ അവിടെ എത്തിയതെന്നും കൂടാതെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ജാഫറുള്ള മുല്ലയുടെ വീട്ടിൽ വിളിച്ച് കുടുംബങ്ങളുമായും സംസാരിച്ചതായും MP മുഹമ്മദ് കോയ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99.